നല്ലതായിരുന്ന ഒരു കണക്ഷനെ മോശപ്പെടുത്താനും നമ്മുടെ മേൽ കുറ്റം ആരോപിക്കാനും അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആവാനും ശ്രമിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ഈ ഒരു ലൂപ്പ് ഹോളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു എനർജി. ഒരു പരിധിവരെ നിങ്ങൾ ചിലപ്പോൾ ഈ കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആയാലേ നിങ്ങൾക്ക് സുഖം കിട്ടുകയുള്ളൂ, അല്ലെ പോസിറ്റിവിറ്റി കിട്ടുകയുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് പോലെ. അതുപോലെ ഈവൻ ഇപ്പൊ നിങ്ങളെ ഡിസ്റ്റൻസ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ആ ഒരു പേഴ്സൺ ഡിറ്റാച്ച് ആയി പോയിട്ടുണ്ടെങ്കിലും ആ ഒരു വ്യക്തി ഒരിക്കലും ഹാപ്പി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയ ആ ഒരു മുറിവിന് തീർച്ചയായിട്ടും അവർക്ക് കർമ്മ കിട്ടുമെന്നും, അല്ലെങ്കിൽ നിങ്ങളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിന് പൂർണ്ണമായിട്ട് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ഉത്തരവാദി എന്നും, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയ ഒരു വേദന അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത തെറ്റ് കാരണം അവരുടെ മനസ്സ് സ്വയം നീറുന്നുണ്ട്. ആൻഡ് ആ നീറ്റല് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് എപ്പം തന്നിൽ നിന്ന് മാറി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു റെഗ്രറ്റ് ഫീലിംഗ്. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്തിട്ട് അയ്യോ അത് ചെയ്യണ്ടായിരുന്നു, അത് എന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ നീറില്ലേ. അപ്പൊ അതാണ് ഈ ഒരു 10 ഓഫ് സോർഡ്സിന്റെ എനർജിയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് അവരിപ്പം വളരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മോശമായി ചെയ്തിട്ടുണ്ട് എങ്കിൽ ഗൈസ് അത് എപ്പോഴും ആകട്ടെ അവർ അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് അവർക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ച് തിരക്കില്ലാത്തൊരു സമയം അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോവാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവർ കുറച്ച് റിലാക്സ് ചെയ്യുന്ന സമയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും അവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളെയും വിലയിരുത്താനും അതെങ്ങനെ സംഭവിച്ചതാണ്, തന്റെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തായിരുന്നു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഒറിജിനലി നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊക്കെ ഈ ഒരു വ്യക്തി പ്രോപ്പർ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ എപ്പോഴും അവരുടെ ഭാഗത്തായിരുന്നു തെറ്റ് എന്നൊരു പോയിന്റിലാണ് ഇവർ എത്തുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇത്രത്തോളം പശ്ചാത്തപിക്കേണ്ടി വരുന്നതെന്നാണ് കാണുന്നത്. ആൻഡ് പശ്ചാത്തപിച്ചാലും ഈ ഒരു പേഴ്സണെ തിരിച്ചടി തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ള ഒരു എനർജി, അല്ലെങ്കിൽ ഗൈസ് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊരു എനർജി. നിങ്ങൾ തന്നെ കാർഡ്സിൽ നോക്കൂ, ഈ ഒരു പേഴ്സൺ വളരെയധികം അസ്വസ്ഥനാണ് അല്ലെങ്കിൽ അസ്വസ്ഥയാണ്. അല്ലെങ്കിൽ ഗൈസ് നിങ്ങളെ തിരഞ്ഞെടുക്കാതെ വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മനോഹാരിത കണ്ട് അതിലേക്കാണ് ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത് എങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സ് തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെന്റൽ ആക്ഷൻ എടുക്കുന്നുണ്ട്. അതായത് ആരാണ് തെറ്റ് ചെയ്തത് ആരാണ് ശരി ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള ഒരു ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം യൂണിവേഴ്സ് എടുക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ ഗൈസ്, നിങ്ങൾ അവരെ ഉപദ്രവിച്ചിട്ടില്ല, നിങ്ങൾ അവർക്ക് ദോഷമൊന്നും വരുത്താൻ ശ്രമിച്ചിട്ടില്ല മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും എങ്കിൽ തീർച്ചയായിട്ടും ഗൈസ് നിങ്ങളുടെ ആ ഒരു കർമ്മ ഈ ഒരു എനർജി കൊണ്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഒരു പരിധി വരെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതം